തിരിച്ചടിക്ക് ശേഷവും മന്ത്രിസ്ഥാനം രാജിവെക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി. കുറ്റക്കാരനെന്ന് കോടതി പറഞ്ഞിട്ടില്ല, നിയമപരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. പാർട്ടി നിലപാട് വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസും BJPയും. സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. സജി ചെറിയാൻ അധികാരത്തിൽ തുടരാൻ ധാർമ്മിക അവകാശമില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. കോടതി പരിശോധിച്ചിട്ടാണല്ലോ ഇന്നിപ്പം പറഞ്ഞിട്ടുള്ളത്. പുനരന്വേഷണം നടത്തുന്നതിന് കോടതി പറഞ്ഞിട്ടുണ്ട്, അന്വേഷിക്കണം. ഞാനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം എന്ന നിലയിൽ എന്റെ ഭാഗം കൂടി ഒരു നീതിയുടെ ഭാഗമായി കേൾക്കേണ്ടതായിരുന്നു. അത്തരത്തിൽ കേൾക്കാത്തിടത്തോളം കാലം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പരിശോധിച്ച് നിയമപരമായ തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കേണ്ടത് അത് ആലോചിക്കും. സജി ചെറിയാൻ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിന്റെ പേരിൽ അന്ന് രാജിവെക്കാൻ ഇടയായൊരു സാഹചര്യമുണ്ട്. അതിനേക്കാൾ ഗുരുതരമായ സാഹചര്യമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണം, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. അന്നേ ഞങ്ങൾ പറഞ്ഞില്ല, അദ്ദേഹം രാജിവെച്ച് അദ്ദേഹത്തിന് ഇപ്പോഴും അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല. ഭരണഘടനയെ എതിരായിട്ട് സംസാരിച്ചതിന്റെ പേരിൽ സജി ചെറിയാൻ രാജിവെക്കണം. ഇപ്പോൾ കോടതി വിധി തിരിച്ചടിയാണ്. ഇത് സംബന്ധിച്ച് എല്ലാ നിയമവശങ്ങളും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അതൊക്കെ അന്വേഷണം നടത്തണമെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള നിലപാട് സ്വീകരിക്കാൻ നിയമപരമായിട്ട് എന്തൊക്കെ വേണോ അത് ചെയ്യാം. അർജുൻ കല്യാട് ചേരുന്ന വിവരങ്ങളുമായി. അർജുൻ, സജി ചെറിയാന്റെ രാജി ആവശ്യം ഉയർത്തുകയാണ് പ്രതിപക്ഷം. പക്ഷേ ധാർമ്മികതയുടെ പേരിൽ അന്ന് രാജിവെച്ചതുകൊണ്ട് ഇന്നിപ്പോൾ ആ സാഹചര്യമല്ല എന്നാണ് സജി ചെറിയാൻ വിശദീകരിക്കുന്നത്. പാർട്ടി നിലപാട് എന്ത് എന്നതാണ് ഏറെ നിർണായകം. വിനീത, സജി ചെറിയാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്നത്തെ സാഹചര്യമല്ല ഇന്നുള്ളത് എന്നുള്ള പ്രതികരണം തന്നെയാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ നടത്തിയിട്ടുള്ളത്. കുന്തവും കുടച്ചക്രവും, അതായത് ഭരണഘടന തൊട്ട് സത്യവാചകം ചൊല്ലി അല്ലെങ്കിൽ ഭരണഘടനയെ തൊട്ട് അധികാരത്തിലേറിയിട്ടുള്ള ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരു മന്ത്രി തന്നെ ഭരണഘടനയ്ക്കെതിരെ സംസാരിക്കുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ സാഹചര്യം. അന്ന് അതിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് മന്ത്രിസഭയിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി സജി ചെറിയാനോട് പാർട്ടി ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സജി ചെറിയാൻ മാറി നിൽക്കുകയും ചെയ്തത്. അതിനുശേഷം സജി ചെറിയാൻ മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. ഇന്നിപ്പോൾ ഈ പോലീസ് നൽകിയിട്ടുള്ള റിപ്പോർട്ടാണ് കോടതി തള്ളിക്കളഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രം മതി രാജി അല്ലെങ്കിൽ അത്തരമൊരു ആവശ്യം പരിഗണിക്കുക, നിലപാട് വ്യക്തമാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രം മതി എന്നുള്ളതാണ് CPIM സ്വീകരിക്കുന്ന നിലപാട്. എന്നാൽ പ്രതിപക്ഷ സംഘടനകൾ, അത് കോൺഗ്രസും BJPയും എല്ലാം സജി ചെറിയാനെതിരെ അന്ന് ഉയർത്തിയതിനേക്കാൾ ഗൗരവത്തോടു കൂടിയുള്ള ചില വിമർശനങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുകയാണ്. രാജിയല്ലാതെ മറ്റ് മാർഗമില്ല. സജി ചെറിയാനെ രാജി ആവശ്യപ്പെടാൻ മുഖ്യമന്ത്രി തന്നെ തയ്യാറാവണമെന്നുള്ള ഒരു പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും BJP അധ്യക്ഷൻ K സുരേന്ദ്രനും സമാനമായ രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും ഇനി പാർട്ടി കമ്മിറ്റികളെല്ലാം തന്നെ ചേരേണ്ടതുണ്ട്. ആ ചേരുന്ന ഘട്ടത്തിൽ ഈ വിഷയം ഉൾപ്പെടെ ചർച്ചയാവുകയും അതിലേതെങ്കിലും തരത്തിൽ നിയമവശങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു മന്ത്രിക്ക് ഇത്തരമൊരു പദവി തുടരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി ഈ കേസിന്റെ മുന്നോട്ട് പോക്കിൽ ഉണ്ടാകുമോ, ആ ഘട്ടത്തിൽ മാത്രം അത്തരമൊരു രാജിയിലേക്ക് പരിഗണിച്ചാൽ മതി എന്നുള്ളതാണ് CPIM തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും താൽക്കാലികമായി ഇപ്പോൾ രാജിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളോ വേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് CPIM ഇപ്പോൾ. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഉടൻ രാജിയില്ല. CPIM വിശദമായി